ഹായ് ഹലോ, രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അമ്മ ഇന്ന് പറയാൻ പോണതേ കുളി. നമ്മളെല്ലാവരും കുളിക്കുന്നവരാണ് അല്ലേ? സ്ത്രീകളും പുരുഷന്മാരും വീട്ടിൽ കുട്ടികളും ഒക്കെ രാവിലെ കുളിക്കും. പക്ഷേ ചില സമയങ്ങളുണ്ട് കേട്ടോ, നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും കുളിക്കാം. അപ്പോൾ നമ്മൾ ആ സമയം തെറ്റിച്ചിട്ടാണ് കുളിക്കണമെന്ന് വെച്ചാൽ ഗുണത്തേക്കാളേറെ ദോഷമാണ്. നമ്മൾ ശരിക്കും കുളിക്കണത് ശരീരവൃത്തിക്കും മനോശുദ്ധിക്കും പിന്നെ നെഗറ്റീവ് എനർജി പോകാൻ തന്നെയാണ് അല്ലേ? കാരണം രോഗാണുക്കളെ പൊടി പൊല്യൂഷനൊക്കെ ആയിട്ട് നമ്മളുടെ ശരീരം മുഴുവൻ നെഗറ്റീവ് എനർജി തന്നെയാണ്. അപ്പോൾ പുറത്ത് പോയി വരുന്ന ഒരാളൊക്കെ നമ്മൾ മേല് കഴുകിയിട്ടാണ് അകത്തേക്ക് കയറുക. പണ്ട് കാലം മുതൽക്കേ അങ്ങനെയാണ്. പക്ഷേ നമ്മൾ രാവിലെ കാലത്ത് എണീറ്റ വഴിക്ക് ഏതൊക്കെ സമയത്ത് കുളിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അമ്മ പറയാൻ പോകുന്നത്. നമ്മുടെ പൂർവികർ കുളിയെ 4 തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായിട്ട് മുനിസ്നാനം എന്ന് പറഞ്ഞിട്ടൊരു സ്നാനമുണ്ട്. അതിൻ്റെ സമയം 4 മണി മുതൽ 5 മണിയുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് ഋഷീശ്വരന്മാർ കുളിക്കുന്ന സമയമാണ്. ആ സമയം നമ്മളെ വീട്ടിലെ സ്ത്രീകളും രാവിലെ എണീറ്റ് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നല്ല ഐശ്വര്യം ഉണ്ടാവും. ഭർത്താവിനും മക്കൾക്കും ഒക്കെ മനോസുഖവും എല്ലാ ഗുണങ്ങളും നമുക്ക് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സമയമാണ് ആ സ്ഥാനം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണി മുതൽ 6 മണിയുടെ ഉള്ളിൽ നമ്മളുടെ കുളി കഴിയുക. ആ സമയത്തിന് പറയുക നമ്മൾ ദേവസ്നാനം എന്നാണ് കേട്ടോ. ആ സമയത്ത് നീച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് സ്ത്രീകളൊക്കെ കുളിച്ച് വൃത്തിയായി വിളക്കൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവി തന്നെ നമ്മളുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മളെ വീട്ടിലെ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മൾ സ്ത്രീകളെ ആ സമയത്താണ് ശരിക്കും കുളിക്കേണ്ടത് കേട്ടോ. ഇനി മൂന്നാമത്തെ സമയം, അതിന് എന്താ പറയുകയെന്നറിയോ? മനുഷ്യ സ്നാനം. അപ്പോൾ ആ സമയം എപ്പോഴാണെന്നറിയോ നിങ്ങൾക്ക്? സാധാരണ വീട്ടിലെ എല്ലാ സ്ത്രീകളും കുളിക്കുന്ന സമയം തന്നെ. മടിയന്മാരൊക്കെ 6 മണിക്ക് എണീക്കുന്നുള്ളൂ. എന്നിട്ട് പല്ലൊക്കെ തേച്ച് അവർ കുളിക്കുമ്പോഴേക്കും 8 മണിയുടെ ഉള്ളിലാവും. 6 to 8 മണിയുടെ ഉള്ളിലാവും ആ കുളിയുടെ സമയം. ആ സമയത്ത് കുളിച്ചാൽ കുഴപ്പമില്ല, വൃത്തിക്ക് നല്ലതാണ്, അത്രേ ഉള്ളൂ. ഇനി മക്കളെ, ഇനി 4മത്തെ ഒരു കുളിയുടെ സമയം പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ 8 മണിക്ക് ശേഷം ഉച്ച വരെ ഒരുവിധം ആൾക്കാർ മുഴുവൻ തിരക്കാണ്. വീട്ടിലത്തെ പണിയൊക്കെ ഒരുങ്ങട്ടെ, അടിത്തോടെയൊക്കെ കഴിയട്ടെ പറഞ്ഞിട്ട് കുളിക്കണ സമയം കേട്ടോ. എങ്ങനെ? 8 മണിക്ക് ശേഷം. അപ്പോൾ ആ സമയത്ത് ഒരിക്കലും നമ്മൾ കുളിക്കരുതെന്നാണ് മക്കളെ പറയുന്നത്. കാരണം രാക്ഷസ സ്നാനം, ആ സമയത്തിന് പറയുക രാക്ഷസ സ്നാനം എന്നാണ്. ആ സമയത്ത് നമ്മൾ കുളിച്ചാൽ എന്താ ഉണ്ടാവുക? ദാരിദ്ര്യം മക്കളെ. നമ്മളെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം വിട്ടൊഴിയില്ല. ദാരിദ്ര്യം മാത്രമാണോ? നെഗറ്റീവ് എനർജി വന്ന് നിറയും. കുടുംബ വഴക്ക്, കുടുംബകലഹം, ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്കൊരു മനസ്സമാധാനം സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആരും ആ സമയത്തേക്ക് മാറ്റി വെക്കരുത് കേട്ടോ. ദിവസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ കുളിക്കണില്ലേ? അപ്പോൾ നിങ്ങളെ ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, മടിയന്മാർ മനുഷ്യസ്നാന സമയത്തെങ്കിലും നിങ്ങൾ കുളിക്കണം. അപ്പോൾ ഒന്നുമില്ല, നമ്മളെ ശരീരവൃത്തിക്ക് നല്ലതാണ്. നമ്മളെ ലക്ഷ്മി ദേവി നമ്മളെ വീട്ടിലേക്ക് വരിക. അതുപോലെ നെഗറ്റീവ് എനർജി മുഴുവൻ പോയി പോസിറ്റീവ് എനർജി അറിയാമെന്നും അമ്മ പറയുന്നില്ല. എങ്കിലും വൃത്തിക്ക് നല്ല സമയമാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ദേവസ്നാന സമയത്ത് തന്നെയാണ് കുളിക്കേണ്ടത്. മനുഷ്യന്മാർ സമയത്താണ് കുളിക്കേണ്ടത്. പിന്നെ നമ്മളുണ്ട് കേട്ടോ, വൈകുന്നേരങ്ങളിലൊരു കുളി അല്ലേ? എൻ്റെ മക്കളെ, ആ നേരത്ത് ഒരു മനുഷ്യനും കുളിക്കരുത് കേട്ടോ. സന്ധ്യക്കുളി ചന്തക്കുളി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് എല്ലാവരും ചന്തം വെക്കുന്നൊക്കെയാണ് എല്ലാവരും വിചാരം. സന്ധ്യയ്ക്ക് കുളിച്ചാലേ മക്കളെ, ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? കാലും മുഖവും കഴുകിയിട്ട്, എങ്കിൽ തന്നെ നമ്മൾ പൈപ്പിൽ നിന്നൊന്നും വെള്ളം ചാടുന്ന സൗണ്ട് കേൾക്കാൻ പാടില്ല നമ്മൾ വിളക്ക് വയ്ക്കുന്ന സമയത്ത് അല്ലേ? ഒരു 5:30 മണിയുടെ ഉള്ളിൽ വേണം നമ്മളെ കാലും മുഖവും കഴുകാനും. പൈപ്പിൽ നിന്ന് വെള്ളം ചാടാനൊന്നും പാടില്ല മക്കളെ. ഉറക്കെ സംസാരിക്കാൻ പോലും പാടില്ലാത്തൊരു സമയമാണ്. അപ്പോൾ നമ്മൾ അശാന്തി നിറയുള്ളൂ, നമ്മളെ വീട്ടിൽ അശാന്തി നിറയും. അപ്പോൾ നമുക്ക് നല്ല ശാന്തി സമാധാനവും കിട്ടണ്ടേ കുട്ടികളെ? അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ ആ സന്ധ്യയ്ക്കുള്ള കുളി. സന്ധ്യയ്ക്ക് നിങ്ങൾ കുളിക്കണ്ട. ഇനി തലയുടെ താഴോട്ട് മേല് കഴുകുന്നവരുണ്ടല്ലോ, അതും നമ്മൾ വിളക്കിൻ്റെ സമയം മാറിയിട്ട് നിങ്ങൾക്ക് വിളക്കിൻ്റെ സമയം 6:30 to 7, 7:30 അതുവരെ നിങ്ങളൊന്നും ചെയ്യണ്ട. പിന്നെ നിങ്ങൾക്ക് കിടക്കാൻ നേരം വേണമെങ്കിൽ മേല് കഴുകി കുളിക്കുകയോ ചെയ്യാം, അതിന് കുഴപ്പമില്ല കേട്ടോ. എങ്കിലും ആ ത്രിസന്ധിക്ക് വിളക്ക് വയ്ക്കാൻ നേരത്തിൻ്റെ ഓടിപ്പോയിട്ട് ആൾക്കാർ തലയിൽ കൂടെ ഒരു ബക്കറ്റ് വെള്ളം അങ്ങോട്ട് കമിഴ്ത്തെങ്കിലും ചെയ്യും, സോപ്പൊന്നും തേക്കാതെ. അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. അതിൻ്റെ ഫലം എന്താണെന്നറിയോ? ആ സമയത്ത് നമ്മൾ തീരെ കുളിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതും അസുരസ്നാനത്തിൻ്റെ സമയമാണ്. അസുരന്മാരാണ് ആ സമയത്ത് കുളിക്കുക. അതുകൊണ്ട് വീട്ടിലെ സ്ത്രീകളൊക്കെ വിളക്കിൻ്റെ സമയത്ത് കുളിക്കാതെ, നിങ്ങൾക്ക് കിടക്കാൻ സമയമൊക്കെ ഉണ്ടല്ലോ, ഒരു 8 മണിയൊക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് മേല് കഴുകുക കുളിക്കുകയൊക്കെ ചെയ്യാം. എങ്കിലും ത്രിസന്ധ്യ സമയത്ത് നിങ്ങളത് ഒഴിവാക്കണം. അപ്പോൾ കാലും മുഖവും പെട്ടെന്ന് കഴുകി നിങ്ങൾ വിളക്കൊക്കെ വെച്ചതിൻ്റെ ശേഷം നിങ്ങൾക്ക് കിടക്കാൻ നേരം നിങ്ങൾ വേണമെങ്കിൽ മേല് കഴുകിക്കോളൂ. അമ്മ അതൊക്കെ ഇരുന്ന് പറയണ്ട. ഞങ്ങളൊക്കെ ജോലിക്കാരാ, ഞങ്ങളെപ്പോൾ കുളിക്കുമെന്ന് ചോദിക്കുന്നവരാണല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്,
6 to 7 വരെ നിങ്ങൾ കുളിക്കരുത്. ആ ത്രിസന്ധ്യ സമയത്ത് നിങ്ങൾ കുളിക്കരുതെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജോലിക്കാർക്ക് കുട്ടികളെ ആ ത്രിസന്ധ്യ സമയം കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും കുളിക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ കിടക്കാൻ നേരം നിങ്ങൾക്ക് കുളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരോടാണ് ഞാൻ പറഞ്ഞത് 5:30 സമയത്തെങ്കിലും നിങ്ങൾ മേല് കഴുകുകയോ കാലും മുഖം കഴുകുകയോ കുളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നുള്ളത്. പക്ഷേ പാവം ജോലിക്കാരുടെ കാര്യം അങ്ങനെയല്ല. അവർക്കും വേണ്ടേ കുളിക്കുകയൊക്കെ. വിയർത്ത് ആകെ ഇപ്പോൾ എന്താ കാലാവസ്ഥ നിങ്ങൾ നോക്കണം. പൊടി പൊല്യൂഷൻ നിറഞ്ഞിട്ടുള്ള കാലമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ 7 മണി സമയത്ത് കുളിക്കാതെ മക്കളെ 7 മണി കഴിയുന്നവരെ ഒന്ന് അവിടെ വിശ്രമിക്കുക, ഫാനിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ത്രിസന്ധ്യ മയങ്ങിയിട്ട് നിങ്ങളൊന്ന് കുളിച്ചാൽ മതി കേട്ടോ മക്കളെ. ആ സമയത്ത് കുളിക്കണേക്കാൾ അപ്പുറത്താട്ടോ തുണി നനയ്ക്കുക. കാര്യമായിട്ട് ആൾക്കാർ ജോലിക്കാരാണെങ്കിലും ആദ്യം എന്ത് ചെയ്യുന്ന തുണി നനയ്ക്കാടും. ഇപ്പോൾ പോളിസ്റ്ററിൻ്റെ തുണിയൊക്കെ ആണെങ്കിൽ അതിന് വെള്ളം ഒറ്റി ചാടും മക്കളെ. അത് നിങ്ങൾ ചെയ്യേണ്ട. രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് നിങ്ങൾ തിരുമ്പി കോരിയിട്ടാൽ നിങ്ങൾക്ക് വൈകുന്നേരത്ത് നിങ്ങൾ വരുമ്പോഴേക്ക് തുണി ഉണങ്ങി മടക്കി വയ്ക്കാറാകും. അപ്പോൾ നിങ്ങൾ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുക മക്കളെ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ത്രിസന്ധ്യ സമയത്ത് വീട്ടിലെ പാത്രം കഴുകുക, തുണി നനച്ചിടുക, തുണിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒറ്റിച്ചാടി. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലെ പൈപ്പിനൊക്കെ കാണാം മക്കളെ ലീക്ക് ഒറ്റി ഇങ്ങനെ ചാടുന്നു. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നേരെയാക്കണം കേട്ടോ. പൈപ്പിൽ നിന്ന് വെള്ളം ചാടി ഇങ്ങനെ പോണത് നമ്മളെ വീട്ടിൽ പണം നമ്മളെ ഒരു വഴി കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന മക്കളെ പറയുക. മക്കളെ പണ്ട് കാലം മുതലേ നമ്മളെ മുത്തശ്ശിമാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിലാണ് നമ്മൾ സ്ത്രീകളെ എണ്ണ തേച്ച് കുളിക്കേണ്ടത്. ബുധൻ ശനി ദിവസങ്ങളിൽ നമ്മളെ വീട്ടിലെ പുരുഷന്മാരും എണ്ണ തേച്ച് കുളിക്കുക. അതൊക്കെ ഒരു ഐശ്വര്യമാണ്. എൻ്റെ അമ്മമ്മ പറഞ്ഞു തന്നതാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. പിന്നെ അതേപോലെ അമാവാസി പൗർണമി അങ്ങനത്തെ ദിവസങ്ങളിൽ നമ്മൾ കടലിൽ കുളിച്ചാൽ അവിടെ ഉപ്പ് വെള്ളമല്ലേ മക്കളെ, മഹാലക്ഷ്മിയാണല്ലോ ഉപ്പ്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ കടലിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഐശ്വര്യം വരുന്നതാണ് പറയണത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ മക്കളെ, നിങ്ങൾ കുളി കഴിഞ്ഞിട്ടുണ്ട് പല സ്ത്രീകളുടെയും മുടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒറ്റിച്ചാടുന്ന കണ്ടിട്ടുണ്ട് മക്കളെ. അപ്പോൾ നമുക്ക് കരഞ്ഞു തീർക്കണം അത്രേ. നമ്മളെ മുടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒറ്റിച്ചാടണവർക്ക് കരഞ്ഞു തീർക്കണം എന്നാണ് പറയുക. അത് മുതുകത്ത് കൂടെ ഒഴുകണ കണ്ണുനീരാണെന്നാണ് പറയുക. അപ്പോൾ നമ്മളെ മുന്നിൽ കൂടെ കണ്ണെന്നും ആ കണ്ണുനീര് നമ്മൾ ഒഴുക്കേണ്ടി വരും അത്രേ. ഒരു രാത്രിക്ക് ഒരു പകലുള്ള പോലെയാണ് അത്രേ. മുതുകത്ത് കൂടെ വെള്ളം ഒഴുകിയ പ്രത്യേകിച്ച് നമ്മൾ മുന്നിൽ കൂടിയും വെള്ളം ഒഴുകേണ്ട ഒരു ഗതി വരുത്രേ. അപ്പോൾ നിങ്ങളെല്ലാവരും മുടി നന്നായി തുടയ്ക്കണം കേട്ടോ. ഇനി തുടയ്ക്കാൻ നമുക്ക് സമയമില്ലാത്ത ഒരു തോർത്ത് കെട്ടി വെക്കണം. എങ്കിലും ഭൂമിദേവിയിലേക്ക് ആ വെള്ളം ചാടാതെ മുതുവഴി അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ മക്കളെ ഒരു ശാസ്ത്രവശം ഉണ്ട്. നമ്മളെ നട്ടെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഒരു പ്രാധാന്യം നമ്മുടെ ശരീരത്തിനല്ലേ. അപ്പോൾ നമ്മളെ മുടി കനമുള്ള മുടി, ചില സ്ത്രീകളുടെ നല്ല കനമുള്ള മുടിയാണ്. അപ്പോൾ ഈ നട്ടെല്ലിന് നല്ല തണവ് പറ്റും മക്കളെ. അപ്പോൾ നട്ടെല്ലിന് ക്ഷതം പറ്റും നമ്മൾ ഈ തണുപ്പ് ഇങ്ങനെ കുറേ നേരം വെള്ളം ഒലിച്ച് നിന്നാൽ. അങ്ങനെ ഒരു സയൻസ് വശം കൂടി ഉണ്ട് കേട്ടോ മക്കളെ ഇതിൽ. അപ്പോൾ നമുക്ക് അസുഖം പിടിപെടുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആരുടെയും മുടിയിൽ തോർത്താൻ മടിക്കരുത് ആരും. നന്നായി മുടി തുടയ്ക്കുക, എന്നിട്ട് മുടി നല്ലതായിട്ട് തോർത്തുകൊണ്ട് കൊണ്ട് കുറച്ച് നേരം കെട്ടി വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് അമ്മയ്ക്ക് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. അപ്പോൾ കുളിക്കേണ്ട സമയമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോൾ എല്ലാവരും ഇനി മുതലൊക്കെ 8 മണിയുടെ മുന്നെങ്കിലും കുളിക്കാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ കുളിക്കുമ്പോൾ ചെല്ലാനുണ്ട് കേട്ടോ. നമ്മൾ കുളിക്കണ സമയത്ത് ഇങ്ങനെ വെള്ളം പാരുമ്പോൾ മുങ്ങി കുളിക്കുകയാണെങ്കിൽ നമ്മളൊരു നാമം ജപിച്ചിട്ടാണ് അമ്മമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. അതെന്താണെന്നുള്ള അമ്മ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ചെയ്യാം, ചൊല്ലും ചെയ്യാം. തെറ്റേണ്ട. കുറേ കുട്ടികൾ പറയേണ്ട നിങ്ങൾ ഈ ചൊല്ലിയിട്ട് എന്താ കാര്യം, നിങ്ങൾക്ക് എന്താ സ്ക്രീനിൽ എഴുതി കാണിച്ചുകൂടേന്ന്. അപ്പോൾ അമ്മ ഇത് സ്ക്രീനിൽ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ കൂടെ ഞാൻ അമ്മ ചൊല്ലി തരാം മക്കളെ. അത് ഇതാണ് കേട്ടോ. കുളിക്കുമ്പോൾ നമ്മൾ ഈ മന്ത്രം ചെല്ലേണ്ടത്. ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലോസ്മിൻ സന്നിധിം കുരു. കേട്ടല്ലോ. അപ്പോൾ ഇതാണ് നിങ്ങൾ ചൊല്ലി കുളിക്കേണ്ടത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ ഈ മന്ത്രം ചൊല്ലണത് എന്താണെന്നറിയോ? നമ്മൾ ഈ പുണ്യനദികളുടെയൊക്കെ സാന്നിധ്യം നമ്മളെ ജലത്തിലേക്ക് നമ്മൾ ആവാഹിക്കണ പോലെയാണ് ഈ മന്ത്രം ചൊല്ലുമ്പോൾ. അപ്പം നമ്മൾ ഈ പുണ്യനദികളിലെ തീർത്ഥാണ് കുളിക്കാൻ എടുക്കണമെന്നാണ് അതിൻ്റെ കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ബക്കറ്റിൽ വെള്ളം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ നാമം ചൊല്ലിയിട്ട് അങ്ങനെ തലയിൽ മുക്കി ഒഴിക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ 4 നദികളിലും കുളിച്ചിട്ടുള്ള പുണ്യം കിട്ടും. അപ്പോൾ അതാണ് കേട്ടോ ഇങ്ങനെ ചൊല്ലണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ നാമം ചൊല്ലിയിട്ട് വേണം കുളിക്കാൻ വീട്ടിൽ കുളിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് വെള്ളം തലയിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കണം ആദ്യത്തെ കപ്പ്. എന്നിട്ട് നമ്മളെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൂര്യഭഗവാനെ തൊഴുകണം കേട്ടോ. അപ്പോൾ എന്നിട്ട് കയ്യിൽ ഇങ്ങനെ 3 പ്രാവശ്യമുള്ള വെള്ളം ഇങ്ങനെ നമ്മൾ നല്ല ശുദ്ധമായ ജലം പൈപ്പിൽ നിന്ന് പിടിച്ചിട്ട് എടുത്തിട്ട് തൊഴുത് പ്രാർത്ഥിക്കണം കേട്ടോ. കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് അത് സൂര്യഭഗവാനുള്ളതാണ്. നമ്മളെല്ലാ ദൈവങ്ങളെയും കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. സൂര്യഭഗവാനെ മുതൽ കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ദേവീ ദേവന്മാരെയും കുടുംബ പരമ്പര ദേവികളെയും പിന്നെ അതേപോലെ തന്നെ നമ്മളെ തട്ടകത്തുള്ള ദേവിമാരുണ്ടല്ലോ അവരെയും
എല്ലാവരെയും കൃഷ്ണനെയും ശിവനെയും പാർവതീദേവിയും ഒക്കെ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് വിചാരിച്ചിട്ട് തൊഴുത് പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ നമ്മൾ തെക്കോട്ട് തിരിഞ്ഞ് നിൽക്കണം. അപ്പോഴും നമ്മൾ എന്ത് വേണമെന്നോ, കുളിച്ച പാടെ തല തോർത്തണതിൻ്റെ മുന്നേ നമ്മൾ കോഴിക്കോടന്നേൽ 3 പ്രാവശ്യം വെള്ളം എടുത്ത് നമ്മൾ തെക്കോട്ട് തിരിഞ്ഞ് വെള്ളം നിന്ന് കൊടുക്കണം കേട്ടോ. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളെ മാതാപിതാക്കളില്ലാത്തവർക്കും പിന്നെ നമ്മളെ കുടുംബത്തിലെ നമ്മളെ കാരണവന്മാരൊക്കെ ഒരുപാട് മരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ മക്കളെ വീട്ടിൽ. അപ്പോൾ അവരുടെയൊക്കെ ശാപമൊന്നും കിട്ടാതിരിക്കാൻ നമ്മളെ മക്കൾക്കാണ് മക്കളെ നമ്മൾ കൂടുതൽ ബലിതർപ്പണങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കാം വർഷത്തിലൊരു പ്രാവശ്യം എങ്കിലും നമ്മളെ മനസ്സ് ശുദ്ധി, നമ്മൾ കുളി കഴിയുമ്പോൾ നമ്മളെ മനസ്സിന് നല്ല ശുദ്ധി ഉണ്ടായിട്ട് നമ്മളെ രക്ഷിതാക്കളെയൊക്കെ അച്ഛനും അമ്മയും ഇല്ലാത്തവരെ അവരെ മനസ്സിൽ ധ്യാനിക്കുക. മരിച്ചു പോയവരൊക്കെ നമ്മളെക്കാൾ മുതിർന്നവരായി മക്കളെ. അപ്പോൾ മരിച്ചു പോയിട്ട് ആരൊക്കെ ഉണ്ടോ നമ്മളെ വീട്ടിൽ നമുക്ക് ഓർമ്മ ഉള്ളവരെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ 3 പ്രാവശ്യം വെള്ളം കൊടുത്ത് തൊഴുത് പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരുടെയും കുരുത്തം എന്നാണ് നമ്മൾ പറയുക. അവരൊക്കെ കുരുത്തം നമുക്ക് കിട്ടിയാലേ ഉള്ളൂ നമുക്ക് ഭൂമിയിൽ ജീവിച്ച് നേരെ പോകാൻ പറ്റിയാലേ. അവരിൽ നിന്നൊരു ശാപം നമുക്ക് കിട്ടാതിരിക്കും ഇങ്ങനെ വെള്ളം കൊടുക്കണതിലൂടെ കേട്ടോ. അപ്പോൾ അമ്മ ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. അമ്മ ചെയ്യണ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു തന്നു ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ. അതൊക്കെ അമ്മ നിങ്ങൾക്കും പറഞ്ഞു തന്നു ഇത്രയും വിചാരിച്ചാൽ മതി. ഒരമ്മ കുട്ടികളോട് പറഞ്ഞു തരും പോലെ കരുതിയിട്ട് നിങ്ങൾ ഇന്ന് മുതൽക്ക് ഇന്നിപ്പോൾ കുളി എല്ലാവരെയും കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ. ഇപ്പോൾ 9:30-10 മണി ആയിക്കണം. അപ്പോൾ നാളെ മുതൽക്ക് എല്ലാവരും ഇത് ശീലിച്ച് പറഞ്ഞു മക്കളെ. 6 മണി മുന്നേ കുളിച്ചോട്ടോ എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം. പിന്നെ എന്ത് വേണം? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ അമ്മ ഇടുന്ന ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.